ഓക്കെ ഇൻഷാല്ല. അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? നമ്മള് ഫോർഗീവിനെ കുറിച്ചിട്ട്, എന്താണ് ഫോർഗീവ്നെസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഫോർഗീവ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ചെറിയൊരു ഐഡിയ ഫസ്റ്റ് ഡേ നമ്മൾ തുടങ്ങി അല്ലേ? അൽഹംദുലില്ലാ. ഓൾറെഡി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി നമ്മൾ ചെയ്തു. ഓരോ ദിവസത്തിൽ ഓരോ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അവയറിലേക്ക് എത്തി. ഇനി അൽഹംദുലില്ലാ നമ്മൾ ഫോർഗീവിലേക്കാണ് കടന്നിരിക്കുന്നുള്ളത്. അപ്പോൾ ഫോർഗീവ്നെസ് എന്ന് പറയുന്നുള്ളത് സത്യത്തിൽ നമ്മൾ വിചാരിച്ചതുപോലെ മറ്റുള്ളവരെ മോചിപ്പിക്കാനോ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനോ മറ്റുള്ളവർക്ക് നന്മകൾ നേടിക്കൊടുക്കാനോ ഉള്ളതിലപ്പുറം നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ തന്നെ ലൈഫിൽ, നമ്മുടെ തന്നെ ജീവിതത്തിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിന്റെ നേട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മളുടെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് എന്താണ്? എന്താണ് നമ്മുടെ ജീവിത അഭിലാഷം? സ്വർഗമല്ലേ? അതെ. അതെ, നമ്മുടെ ജീവിത അഭിലാഷം എന്ന് പറയുന്നത് നമുക്ക് സ്വർഗമാണ്. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോവാനുള്ള യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ യാത്ര എവിടെ നിന്നാണ് തുടങ്ങിയത്? നമ്മുടെ യാത്ര ആലമുൽ അർവായിൽ വെച്ച് നമ്മുടെ യാത്ര തുടങ്ങി അല്ലെ? ഈ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്യാത്ത ഒരു യാത്രയിലാണ് നമ്മൾ. ആ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ ഘട്ടങ്ങളിലായി ഇപ്പൊ നമ്മളിപ്പം ജസ്റ്റ് നമ്മൾ ഭൂമിയിലുള്ള ഒരു യാത്ര, ഒരു ലോകം മുഴുവനും സഞ്ചരിക്കുകയാണെന്ന് വിചാരിക്കാം. ഉം. ഈ ലോകം മുഴുവനും നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, കേരളത്തിൽ നമ്മളുടെ സ്വന്തം നാടായ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളത്തിലായിരിക്കാം ഏകദേശം തുല്യമായിട്ട് രാവും പകലും വരുന്നുള്ളത് അല്ലെ? ഇതേ ഭൂമിയിലുള്ള മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്ന സമയത്ത് രാത്രി വളരെ ചുരുക്കവും പകൽ ഏറ്റവും കൂടുതൽ വരുന്ന ടൈം ഉണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 20 മണിക്കൂറൊക്കെ റമദാനിൽ നോമ്പെടുക്കേണ്ട ഒരവസ്ഥ വരുന്ന രാജ്യങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഇങ്ങനെ ഓരോ രാജ്യങ്ങളും ഡിഫറെന്റ് ആണ്. അങ്ങനെ നമ്മളൊരു ജേണി, ഒരു ലോക സഞ്ചാരിയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ജേണിയിലൂടെ പോകുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് കടന്നു പോകേണ്ടി വരും. ഡിഫറെന്റ് ആയ സ്ഥലങ്ങൾ നമ്മൾക്കൊന്ന് ഫീൽ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുന്നത്, സ്വർഗമാണ് ലക്ഷ്യം വെച്ചിട്ടിരിക്കുന്ന ആ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്തത് ആലമുൽ അർവാഹിൽ നിന്ന് വെച്ചിട്ടാണ്. അങ്ങനെ ആലമുൽ അർവാഹിൽ വെച്ചിട്ട് നമ്മൾ എന്തായിട്ടുണ്ട്? അവിടെ നിന്നും നമ്മൾ ജനിക്കുകയാണ്. എവിടത്തേക്ക്? മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ മാതാവിന്റെ ഗർഭപാത്രത്തിലേക്ക് നമ്മൾ ജനിക്കുകയാണ്. അതേസമയം ആലമൽ അർവാഹിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എന്നെ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് അവിടെ നിന്ന് മരിക്കുകയാണ് അല്ലേ? പിന്നീട് നമുക്ക് തിരിച്ചു പോക്കുണ്ടോ ആലമൽ അർവാഹിലേക്ക്? ഇല്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മരിക്കുകയാണ്. ആ മരണത്തിൽ ജസ്റ്റ് നമ്മളൊന്ന് ഊഹിക്കുക, ഇവിടത്തെ ഈ ഭൗതികത്തിലെ ഇവിടത്തെ മരണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഖബറിനെ കാണുന്നു. ഖബറിൽ പോയി ഇരിക്കേണ്ട ആ ഒരു അവസ്ഥ, ഒറ്റപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അല്ലെ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതേപോലെ നമുക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ആലമൽ അർവാഹിൽ പൂമ്പാറ്റകളെ പോലെ പാറി നടന്ന നമ്മൾ ഒരു ദിവസം മിസ്സാവുകയാണ്, മരണപ്പെടുകയാണ്, നമ്മൾ പോവുകയാണ്. പാവം എവിടെയാണ്? ഒറ്റയ്ക്കാണ്, ഖബറിലാണ്. ഏതാണ് ഖബർ? മാതാവിന്റെ ഗർഭപാത്രം അല്ലേ? മാതാവിന്റെ ഗർഭപാത്രം. അവിടെ നിന്ന് ചിലപ്പോ നമ്മളിപ്പം ഖബറിൽ നിന്നും നമുക്കൊരു വിചാരണക്ക് വേണ്ടി, ഒരു ചോദ്യോത്തരത്തിന് വേണ്ടി നമ്മൾ മഹ്ശറാ ലോകത്ത് ഒരുമിച്ച് കൂടും എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ മാതാവിന്റെ ഗർഭപാത്രമാവുന്ന ഖബറിൽ കുറച്ചു കാലം നിന്നാൽ വീണ്ടും അവർക്കൊരു പുനർജന്മം ഉണ്ടത്രേ. അതൊരു ഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഭയങ്കര പ്രശ്നമാണത്രേ. അവിടെ മൊത്തം കത്തിക്കുത്തും ബഹളവും പ്രശ്നങ്ങളൊക്കെയാണ് അത്രേ. അവിടെ നിന്നും മെയിൻറ്റെയിൻ ചെയ്ത് തരണം ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ചെറിയ പ്രയാസമൊന്നുമല്ല. അവിടെ നല്ല രീതിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പ്രയാസമായിരിക്കും എന്നൊക്കെ ചിലപ്പോഴെങ്കിലും ഞാൻ നിങ്ങളുടെ മാലമല്ലാർ വയൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ടായേക്കാം.
അപ്പൊ ഇവിടെ ഞാനതൊരു മെറ്റഫറായി ഒരു ഉദാഹരണമാക്കി നമുക്ക് കറക്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഇതൊരു ഐഡിയോളജിക്കായിട്ട് പറയാണ് കേട്ടോ. ഇത് യാഥാർത്ഥ്യമായി ആരും അംഗീകരിക്കരുത്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ അങ്ങനെ ആ മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്നും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പുനർജനിക്കുകയാണ് ഈ ഭൂമിയിലേക്ക്. ഇനിയോ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ ഗർഭപാത്രത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മരിക്കുകയാണ്. നമുക്ക് വീണ്ടും ഗർഭപാത്രത്തിലേക്ക് തിരിച്ചു പോക്കുണ്ടോ? ഇല്ല. ഇനിയോ വീണ്ടും ഈ ഭൂമിയിലുള്ള തുച്ഛമായ ദിവസങ്ങളുടെ വർഷങ്ങളുടെ ജീവിതത്തിന്റെ ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. എങ്ങോട്ടേക്ക്? ഖബറിലേക്ക്. നമ്മുടെ യാത്രയുടെ വേറൊരു ഘട്ടമാണ് അല്ലെ. യാത്രയുടെ വേറൊരു ഘട്ടത്തിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങനെ അവിടെ നിന്നും വീണ്ടും, അപ്പൊ ഭൂമിയിൽ നിന്ന് നമ്മൾ മരണപ്പെട്ടു, വീണ്ടും നമ്മൾ എങ്ങോട്ട് പോവാണ്? നമ്മൾ ഖബറിലേക്ക് പോവാണ്. ആ ഖബറിൽ നിന്ന് നമ്മൾ വീണ്ടും പുനർജനിക്കുകയാണ് മൈഷറയിലേക്ക്. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഖബറിൽ നിന്ന് നമ്മൾ മരിക്കുകയാണ്. ഇനിയോ ഈ ഖബറിൽ നിന്ന് നമ്മൾ മൈഷറയിലേക്ക് എത്തി, അവിടെ നിന്നും നമ്മൾ വീണ്ടും നമ്മൾ പുനർജന്മത്തിലേക്കാണ്. എങ്ങോട്ടേക്കാണ്? നമ്മുടെ അന്തിമ സ്വപ്നമായ നമ്മുടെ സ്വർഗത്തിലേക്ക്. അപ്പൊ ആ സ്വർഗത്തിലേക്കുള്ള യാത്ര നമ്മൾ പുറപ്പെട്ട് എത്ര കാലത്തെ യാത്രയാണോ നമുക്കറിയില്ല അല്ലെ. എത്ര കാലാണെങ്കിലും എന്നാണോ നമ്മുടെ റൂഹ് ആലമൽ അർവാഹിൽ പതിച്ചത്, ഇനി സ്വർഗത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും എല്ലാ വ്യക്തികൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല യാത്രാ ദൂരം വെച്ചിരിക്കുന്നത് തുല്യ അളവാണ്. ശരിയല്ലേ? എല്ലാവരുടെ റൂഹും ഒരേ സമയത്ത് പടച്ചു എന്നല്ലേ പറയപ്പെടുന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇനി ലോക അവസാനം സംഭവിച്ച് മഹ്ശറ ലോകത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂടുന്നതും ഒരേ സമയത്ത് തന്നെയല്ലേ. പക്ഷേ സ്വർഗപ്രവേശനം ഒരേ സമയത്ത് നടക്കില്ല അല്ലെ. സ്വർഗപ്രവേശനം ചില ആളുകൾക്ക് ചില ഘട്ടങ്ങളിലായിരിക്കും അല്ലെ ഉണ്ടാവുക. ചില ആളുകൾ ഫസ്റ്റിൽ തന്നെ പോവും അല്ലെ. അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് നമ്മളുടെ യാത്രയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല തുല്യ അളവിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും കാണപ്പെടുന്ന ഞാനിപ്പോ ഇവിടെ ഒരു ഭൗതികമായ ഒരു ശരീരത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇതാണോ ഞാൻ? യഥാർത്ഥത്തിൽ ഇതാണോ ഞാൻ? അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ഞാൻ ഇതാണെങ്കിൽ നമ്മളെല്ലാം പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവർക്കും തുല്യ വയസ്സായിരിക്കുമെന്ന്, എല്ലാവരും സുന്ദരിമാരായിരിക്കുമെന്ന് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ബോഡി അവിടെ എത്തുമ്പോഴത്തേക്ക് ഇല്ല എന്നുള്ളത് നമുക്ക് തെളിവല്ലേ. അപ്പോ ഇവിടെ വെച്ച് നമുക്ക് ഇവിടുന്ന് ആ ആലമുൽ അർവാഹിൽ ബട്ടർഫ്ലൈയെ പോലെ പാറിക്കളിച്ച നമുക്ക് ഭൂമിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു കവചം വേണം. ഏതുപോലെ? നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ലാപ്ടോപ്പിന് ബാഗ് വാങ്ങണ പോലെ അല്ലേ. ലാപ്ടോപ്പിന് ബാഗ് വേണ്ടേ? ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്ന സമയത്ത് മൊബൈലിന്റെ കവർ വാങ്ങുന്നില്ലേ നമ്മള്? അതുപോലെ ഞാനോ നിങ്ങളോ എന്ന് പറയുന്ന നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു കവചം വേണം. ആ ഒരു കവചം മാത്രമാണ് നമ്മൾ എന്ന് പറയുന്നത്. അതങ്ങട്ട് എടുക്കലോടുകൂടി നമുക്കറിയാലേ, നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാഗ് നമ്മൾ കുറെ കാലം അങ്ങോട്ട് യൂസ് ആക്കി അതില്ലെങ്കിൽ ആ ലാപ്ടോപ്പ് കേട് വന്ന് അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ആ ബാഗ് അങ്ങോട്ട് വേസ്റ്റായി വെറുതെ അങ്ങോട്ട് കളഞ്ഞു പോകും അല്ലെ. അതുപോലെ നമ്മുടെ ശരീരവും അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ആ ഒരു യാത്ര തുടങ്ങിയിട്ട് യാത്ര അവസാനിക്കുമ്പോഴത്തേക്കും പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഘട്ടമാണ് നമുക്ക് പ്രയാസം ഉണ്ടാവുക എന്നുള്ളത്. നമുക്ക് ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവുക എന്നുള്ളത്. ഈ പ്രയാസത്തിൽ പിടിച്ചു തൂങ്ങി അതിൽ മാത്രം വട്ടം കളിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ യാത്ര ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്തുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക? നമ്മളിപ്പോ ഒരു ലോക സഞ്ചാരത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. ഈ ലോക സഞ്ചാരത്തിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഏതോ ഒരു ക്ലൈമറ്റിലേക്ക് എത്തിയപ്പോൾ ഒന്നുകിൽ അവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവിടെ തന്നെ നമ്മൾ തങ്ങി നിന്നാൽ നമ്മൾ വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമോ? ഇല്ല. ഇനി നമുക്ക് അവിടെ നിന്നും നമ്മളുടെ ആ യാത്രയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഫീലിങ്സുകൾ അനുഭവപ്പെടുന്നു എന്ന് വിചാരിക്കാം. ഈ ബുദ്ധിമുട്ടുകളും പ്രയാസവും ഫീലിങ്സ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ നിന്ന് അവരോട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും?
അതൊരു വഴിപ്പോക്കറല്ലേ എന്നുള്ള രീതിയിൽ വഴിയിൽ വരുന്ന ബ്ലോക്കുകളാണെങ്കിലോ ബുദ്ധിമുട്ടുകളാണെങ്കിലോ പ്രയാസങ്ങളാണെങ്കിലോ നമ്മൾ ഒന്നും സംസാരിക്കാതെ നെവർ മൈൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ പുറപ്പെടും അല്ലേ? അവിടെ നമുക്ക് പ്രശ്നമില്ല, അവിടെ നമ്മൾക്ക് പരിതാപമില്ല. കാരണം എന്താണ്? അവർ ഏതോ വ്യക്തികളാണ്, നമ്മൾ അവരെ നാളെ കാണുന്നില്ല. ഇന്നത്തെ യാത്രയിൽ ഇടയിൽ വന്ന് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും നമുക്കതിൽ സങ്കടമില്ല. പക്ഷേ നമ്മൾ ഒന്ന് പെസിഫിക് ആയി നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ശത്രുതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉള്ളത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നവരാണോ, നമ്മൾക്ക് അറിയാത്തവരോടാണോ? ആരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാവുക? അറിയുന്നവരോട്. അറിയുന്നവരോടല്ലേ? അപ്പൊ നമുക്ക് ഉം. ഏറ്റവും കൂടുതൽ അറിയുന്നവരോടാണ് നമുക്ക് വെറുപ്പുണ്ടാവുന്നുള്ളത് അല്ലെ? അറിയാത്തൊരു വ്യക്തികളോട് നമുക്ക് വെറുപ്പുണ്ടാവുന്നില്ല. അപ്പൊ അവരുടെ ചുറ്റത്തിൽ വട്ടം കളിച്ചു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ യാത്രയിൽ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് എന്താവുന്നില്ല, നമ്മൾ രക്ഷപ്പെടുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകസഞ്ചാരത്തിലേക്ക് പോവുകയാണെങ്കിൽ ആ ലോകസഞ്ചാരത്തിനിടയിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് എന്തോ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യം മറന്നിട്ട് അവിടെ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. ഓക്കെ ഓക്കെ അയച്ചു. അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് നമുക്ക് എന്തുണ്ട്? നമുക്ക് ബോധ്യമുണ്ട് എന്റെ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. ജസ്റ്റ് നമ്മളൊന്ന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ യാത്ര ചെയ്യുന്ന ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങുകയാണെങ്കിൽ ബസ് അവിടെ 10 മിനിറ്റ് മാത്രമേ ഹോൾഡ് ചെയ്യുള്ളൂ എന്നുള്ളൊരു സിഗ്നലും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്ന ഒരു കാഴ്ചയും കാണാൻ നിൽക്കില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ നമ്മുടെ സംഭവം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ബസ്സിലേക്ക് തിരിച്ചു കയറും. അതല്ലെങ്കിൽ ആ ബസ് എന്ത് ചെയ്യും? നമ്മൾ വിട്ടു പോകൂലേ? പിന്നെ നമ്മൾക്ക് ലക്ഷ്യത്തിലാ എത്ര നമുക്ക് എത്രമാത്രം പ്രയാസപ്പെടേണ്ടി വരും അല്ലേ? എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവപ്പെടേണ്ടു അല്ലേ? അതേപോലെ നമ്മളിവിടെ നമ്മളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, നമ്മളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ആരും ആയിക്കോട്ടെ, അവരുടെ ഇടയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അവരുടെ ഇടയിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ കുടുങ്ങിക്കിടന്ന് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോവാൻ വേണ്ടി പറ്റുന്നില്ല. ഇങ്ങനെ നമ്മൾക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരെയും നമ്മളൊന്ന് ഫ്രീ ആക്കി വിടുക. എന്തിനാണ് ആകെ പോന്ന ഇത്തിരി പോന്ന നമ്മുടെ ഹൃദയത്തിൽ വെറുതെ എല്ലാവരെയും കൂടി വിളിച്ചു വെച്ച് ആ സീറ്റ് അങ്ങോട്ട് പുടുസാക്കി വെക്കണത്? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്നുണ്ട്, പഠിച്ചവനെ എൻ്റെ ഹൃദയത്തിന് വിശാലത തരണേ എന്ന്. ഹൃദയത്തിന് ആകെയുള്ള വലുപ്പം എത്രയാണോ അത്ര തന്നെ ഉണ്ടാവുള്ള വലിപ്പം. ഹൃദയത്തിന്റെ വലിപ്പം കൂടുമോ നമ്മൾ ദുആ ചെയ്താല്? അപ്പൊ എന്താണ് ഹൃദയത്തിന്റെ വിശാലത എന്ന് പറയുന്നുള്ളത്? അതേപോലെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട് ഖബറിൽ വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഖബറിൽ വിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ഏതോ ഒരു കുട്ടി പറഞ്ഞത്ര ഈ ദുആ ചെയ്യുന്നതിനേക്കാളും കുഴിക്കുമ്പോൾ തന്നെ അല്പം വലുതായി കുഴിച്ചാ പോരേന്ന്. ഖബറും കുഴിച്ചു വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ആകെ കല്ലിട്ട് ഇത്രയും ഒരു ഇട വെച്ചിട്ട് അങ്ങനെ കൊടുക്കുന്നതിനേക്കാളും നല്ലത് കുഴിക്കുമ്പോൾ തന്നെ വിശാലാക്കി കുഴിച്ചാൽ പിന്നെ പണി കഴിഞ്ഞില്ല, പിന്നെ ദുആ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. അപ്പൊ നമ്മുടെ ഖബറിലുള്ള വിശാലത, ഹൃദയ വിശാലത ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ ആ വിശാലത? നമുക്ക് നമ്മുടെ റൂമില് നമ്മുടെ വീട്ടിൽ ഒരു വിശാലത വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീപ്ലേസ്മെന്റ് ചെയ്യും അല്ലേ? ഇല്ലേ? നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന വീടിൽ നിങ്ങൾ അൽഹംദുലില്ലാ ഓക്കെയാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഇങ്ങോട്ട് വരികയാണ്, ഓട്ടോമാറ്റിക് ഒരു 10 ലക്ഷം വരികയാണ്. വെറുതെ ആരെങ്കിലും ഗിഫ്റ്റായി തരികയാണ്, തിരിച്ചു കൊടുക്കണ്ടെന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാകുന്ന നമ്മുടെ വീട്ടിൽ വിശാലതയ്ക്ക് വേണ്ടി സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ അതിലേക്ക് ചെലവഴിക്കൂല ക്യാഷ്? അപ്പൊ അതുപോലെ നമ്മളുടെ വീട് എന്ന് പറയുന്നുള്ളത് നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇതൊരു മെറ്റഫർ ആണെങ്കിൽ ഒറിജിനൽ ആയിരിക്കുന്ന നമ്മളുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. ആ ഹൃദയത്തിൽ നമ്മൾ വിശാലത കൂട്ടണം. അപ്പൊ ഇവിടെ നമുക്ക് ഒരാൾ ഒരു ഗിഫ്റ്റ് തരികയാണെങ്കിൽ അത് നമ്മുടെ വീട്ടിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ആ പണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഗിഫ്റ്റുകളാണ് പല പല ദിക്റുകളും പല ഔറാദുകളും പല പല വിഷയങ്ങളും അല്ലെ? നിങ്ങൾ ഇതൊക്കെ ചെയ്യും തോറും നമുക്ക് നമ്മുടെ ഹൃദയ വിശാലത കൂട്ടാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഹൃദയ വിശാലത കൂട്ടി നമുക്ക് നമ്മുടെ ആ ഒരു ലൈഫ്, നമ്മുടെ ആ ഒരു പ്ലേസ് വിശാലതയിലേക്ക് എത്തിപ്പിക്കാൻ വേണ്ടിയിട്ട്
ഉം. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അവിടെ നിന്നും നമ്മളിങ്ങനെ ദിക്കറുകളൊക്കെ ചൊല്ലി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താവുകയാണ്, മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വെറുപ്പുകളും കുശുമ്പുകളും അസൂയകളും അവർ നമ്മളെ വേദനിപ്പിച്ചതും ഒക്കെ നമ്മളിങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് നിറച്ചു വെക്കുക. നമ്മുടെ ഹൃദയമാവുന്ന ആകെ പോകുന്ന ഇത്ര പോകുന്ന ഈ സ്ഥലത്തില് എല്ലാം ഇട്ടങ്ങോട്ട് നിറച്ചു വെക്കുകയാണ്. ഇതിങ്ങനെ നിറച്ചു വെക്കുന്ന സമയത്ത് നമ്മൾക്ക് പിന്നെ നല്ലത് കിട്ടുമ്പോഴാണ് ഇവിടെ പ്ലേസ് ഉണ്ടാവുക. ഉം. ഇവിടെ നമുക്ക് നന്മകൾ കിട്ടുന്ന സമയത്ത് ഇടാൻ നമുക്ക് പ്ലേസ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് പ്ലേസ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അകത്തുള്ള വേസ്റ്റുകൾ നമ്മൾ പുറത്തെടുത്ത് കളയണം. നമ്മുടെ അകത്തുള്ള വേസ്റ്റുകൾ നമ്മൾ പുറത്തെടുത്ത് കളയണം. അങ്ങനെ അകത്തുള്ള വേസ്റ്റുകളെ പുറത്തെടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ വിശാലതകൾ നമ്മൾ കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ഇനി പറയൂ, നമ്മൾ ഫോർഗീവ് ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾ ഫോർഗീവ് ചെയ്താൽ മറ്റുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ വലിച്ചെറിയുകയല്ലേ ചെയ്യുന്നുള്ളത്. മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള വേണ്ടാത്ത ചിന്തകൾ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചത്, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ വിരൽ ഒരു പ്രാവശ്യം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന ഓരോ വ്യക്തികൾക്കും എങ്ങനെയാണ് മുറിഞ്ഞതെന്ന് നമ്മൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിരൽ തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുഴി കുഴിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പൊ അവിടെ നിന്നും നമുക്ക് പുറത്ത് കളയണം, പുറത്ത് കടക്കണം എന്നുണ്ടെങ്കിൽ നാം നമ്മളെ തന്നെ ഒന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ റെഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് നമ്മളെ റെഡി ചെയ്യാനായിട്ടുള്ള ഒരു തെറാപ്പിയും കൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന നമ്മളുടെ ഫോർഗീവ്നെസ് തെറാപ്പി എന്നുള്ളത്. അപ്പൊ എന്താണ് ഫോർഗീവ് എന്നും എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളതും മിനിയാന്നത്തെ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലും കൂടി നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഫോർഗീവ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ? നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച്, നിങ്ങളെ വേദനിപ്പിച്ചവരെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കി കൊടുക്കാൻ നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ നമുക്ക് അത് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഓൾറെഡി എഴുതണം. അതൊരു 5 വേർഡ്സ് എഴുതിയാൽ മതി. 33 ഇനിയിപ്പോൾ എഴുതണ്ട. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ 33 എഴുതുന്നെങ്കിൽ എഴുതിക്കോ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മളുടെ ക്ലാസ്സിന്റെ ഭാഗമായിട്ട് 33 വേണ്ട, ഒരു 5 എഴുതിയാൽ മതി. അതിൻ്റെ കൂടെ ഇന്ന് നിങ്ങൾക്ക് ഞാൻ വേറൊരു വർക്ക് തരാണ്. ഇനി നമുക്ക് നാളെ സൺഡേ അല്ല, നാളെ ക്ലാസ് ഉണ്ടാവില്ല. നമുക്ക് തിങ്കളാഴ്ച നമ്മുടെ ഫോർഗീവിന്റെ തെറാപ്പി ആരംഭിക്കാം. ഇന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തിന് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ വേദനിപ്പിച്ച, കഷ്ടപ്പെടുത്തിയ, ബുദ്ധിമുട്ടാക്കിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാം. എന്താണ് അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് നിങ്ങൾക്ക് സ്വന്തം, എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വന്തത്തിന് ഫോർഗീവ് എഴുതേണ്ടതെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളുടെ പേര് വിളിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേര് വിളിച്ചിട്ട്, ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഫോർഗീവിനെ ചോദിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക. അടുത്ത സെന്റൻസ്, നീ കാരണം എനിക്ക് എന്തെങ്കിലും പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ ഫോർഗീവ് ചെയ്ത് തരുന്നു എന്ന് അങ്ങോട്ടേക്ക് പറയാം. അപ്പൊ ഒരു ഫോർഗീവ് എന്ന് പറയുന്നത് 2 സെന്റൻസ് ആണ്. അപ്പൊ അതെന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് പറയാനുണ്ടെങ്കിൽ, നിങ്ങൾ തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ച എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്ക് എടുത്ത് പറയാനുണ്ടെങ്കിൽ, ഞാൻ അന്ന് നിന്നെ അങ്ങനെ ചെയ്തത്, ചിലപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെട്ട് ഫുഡ് കഴിക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ എവിടെയെങ്കിലും പോകണം എന്ന് താല്പര്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് പോവാൻ ഒരുങ്ങിയപ്പോ വേറെ ആരെങ്കിലും ചുറ്റുമുള്ളവർ എന്തെങ്കിലും പറയണ കേട്ടിട്ട് ഞാൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് മാറി നിന്നിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇത്തരത്തിൽ നമ്മളെ വേദനിപ്പിച്ച ചില സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങൾ സ്പെസിഫിക് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഇനി അങ്ങനെ എടുത്തെഴുതാനില്ല എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വെറുതെ എഴുതാം. ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ഫോർഗീവ് ചോദിക്കുന്നു. നീ കാരണം എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ഫോർഗീവ് ചെയ്ത് തരുന്നു. ഞാനെന്ന് പറയുന്നത് 2 നിങ്ങളെന്ന് പറയുന്നത് 2, നമ്മൾ ഒന്നല്ല. ഓക്കെ? നമ്മൾ ഓരോരുത്തരും
രണ്ടെണ്ണമാണ് എന്നുള്ള ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കുക. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളാവുന്ന മറ്റേ വ്യക്തിക്ക് നമ്മൾ ഫോർഗീവ് കൊടുക്കുക, അവരോട് ഒരു ഫോർഗീവ് ചോദിക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ല? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി. നമ്മളെ വേദനിപ്പിച്ചതൊക്കെ എഴുതാൻ പറഞ്ഞിരുന്നു, സങ്കടങ്ങള് മനസ്സിലുള്ളതൊക്കെ. ആ ഉം. അതിപ്പോ ഇരുന്നോട്ടെ, അത് നമുക്ക് തിങ്കളാഴ്ച തന്നെ ഉപയോഗിക്കാം. ഞാൻ ഇന്നൊന്നും കൂടി ഞങ്ങൾക്ക് ഒന്നും കൂടി ഫോർഗീവിന്റെ പ്രാധാന്യം, പിന്നെ ഇന്നൊന്ന് തുടങ്ങിയിട്ട് നാളെ തന്നെ ലീവ് ആവണ്ടല്ലോ തെറാപ്പിയിലേക്ക് വന്നിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ തെറാപ്പിയിലേക്ക് കിടക്കാതിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നല്ല ക്ലാസ് ആയിട്ടോ അമിനമ്മ. ഒരു കുറെ കാര്യങ്ങൾ നമുക്ക് എന്താന്ന് വ്യക്തമായി കിട്ടി, ഫോർഗീവ്നെസ് എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത്. സ്വയം നമ്മളെ തന്നെ ആദ്യം ഫോർഗീവ് ചെയ്യല്ലേ. ഇൻഷാ അല്ലാ. നമുക്കതാണ് പറ്റാത്തത്. മാഷാഅല്ലാ, അൽഹംദുലില്ലാ. ഞാനും കരുതിണ്ടായിരുന്നു ഫോർഗീവ്നെസ് നമ്മളോട് എഴുതാൻ പറയുന്നത്, പക്ഷെ എങ്ങനെയായിരിക്കും നമ്മളെ ഇങ്ങനെ അതെ, എഴുതേണ്ടത് നമ്മൾ ക്ലിയർ ആയി. ഫോർഗീവ്നെസ് ചെയ്യാം, മറ്റേതിലല്ലേ എഴുതി വെക്കാ. പക്ഷെ അമിനമ്മൻ പറഞ്ഞത് നമ്മൾ പുതിയൊരു എഴുതിയിരുന്ന വേറൊരു സംഭവം ആയിരുന്നല്ലോ, പക്ഷെ ഇപ്പൊ അതെ, ഇങ്ങനെ നമുക്ക് പറഞ്ഞപ്പോ ഒന്നും കൂടി പഠിപ്പിച്ചതല്ലേ. ക്ലിയർ ആയി. അതപ്പൊ എത്ര പ്രാവശ്യം എഴുതണം അമിനമ്മ? നമുക്ക് ഒന്ന് ഫ്രീ ആവുന്നത് വരെ, നമ്മളൊന്ന് റിലാക്സ് ആവുന്നത് വരെ എഴുതാം നമുക്ക്. അതിപ്പോ നമ്മളെ ഇന്ന് സ്വയം നമ്മൾ ആദ്യം ഫോർഗീവ് ആ ചെയ്യല്ലേ, ഇങ്ങനെ അതെ അതെ എഴുതിയിട്ട്. അതെ സ്വന്തത്തിലേക്ക് ഒന്ന് ഫോർഗീവ് ചെയ്യാം. മാഷാ അല്ലാ, ശരി. അൽഹംദുലില്ലാ. ഓക്കെ കറക്റ്റ് ആയിട്ട് ഓക്കെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റണം, കറക്റ്റ് ആയിട്ട് എത്ര ഡേയ്സിലെ. അതെ നമുക്ക് ഇതിപ്പോ ഒരു 21 days ആണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളത്. ബാക്കി നമുക്ക് ഇൻഷാല്ല ഒരു തെറാപ്പി മോഡൽ കൊടുക്കാന്, പിന്നെ നമുക്ക് തന്നെ അതൊരു ശീലമാവുമല്ലോ, പിന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കതൊരു നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കോളും ഇൻഷാല്ല. ഇൻഷാ അല്ലാ. ഓക്കെ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ അല്ലേ? ഓക്കെ, ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാലൈക്കും വബറകാതുഹു. സലാം.